ഞാനിതുവരെ മഴ നനഞ്ഞിട്ടില്ല. മഴത്തുള്ളികളുടെ ഇടയിലെ ഗ്യാപ്പിലൂടെ രക്ഷപ്പെട്ടങ്ങ് പോവും. എന്നെ നോക്ക്, എന്റെ ഈ തടിയും വയറും കാരണം വീടിനകത്തു വരെ മഴത്തുള്ളികൾ എത്തും. എന്നാലും ഇത്രയും വെള്ളം എവിടെയാ ഇരിക്കുന്നേ? മേഘത്തിലാ ഉള്ളത്, മേഘത്തിൽ. മേഘത്തിലോ? മേഘത്തിൽ പക്ഷികളല്ലേ? എടാ കിളികൾ കാഴ്ച ബംഗ്ലാവിലല്ലേ ഉള്ളത്? അല്ല, കാഴ്ച ബംഗ്ലാവിലും മുതലകളല്ലേ ഉള്ളത്? മുതലുകൾ വെള്ളത്തിലാ ഉള്ളത്. അപ്പം മുതലകളും മേഘത്തിലാണുള്ളത്. നീയല്ലേ നേരത്തെ പറഞ്ഞത് മേഘത്തിനകത്ത് വെള്ളമുണ്ടെന്ന്? നീ നിന്റെ ഇഷ്ടം പോലെ ആരെ എവിടെ വേണേ വെച്ചോ, എന്നെ വിട്ടേക്ക്. നീ സിംഹത്തിനെ പട്ടിയാക്കിക്കോ, പൂച്ചയെ കുയിലാക്കിക്കോ, എന്നെ ഒന്ന് വിട്ടേക്ക്. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് നിന്റെ വായിലെ വെള്ളം വറ്റിയില്ലേ? എത്ര നല്ല കാലാവസ്ഥയാണ്. നമ്മുടെ കയ്യിലത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കറങ്ങാൻ പോകാമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എന്താ? കാറ് നമ്മുടെ കയ്യിലില്ലല്ലോ. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ആണോ? എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്നാലും നീ ആദ്യം പറ. മഴ സമയത്ത് ലിട്ടിച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കാമായിരുന്നു. ലട്ടാ, നിന്റെ പ്ലാനും അത് തന്നെ അല്ലേ? ഏറെക്കുറെ അത് തന്നെയായിരുന്നു. പക്ഷെ കഴിക്കുന്നത് ഞാനും ഉണ്ടാക്കുന്നത് നീയും. ലിട്ടിച്ചൊക്കെ എന്ന് കേട്ടപ്പോ തന്നെ വായിൽ 10 കപ്പലോടാനുള്ള വെള്ളമായി. എന്റെ വായിലൊരു സമുദ്രം ഉണ്ടാവുമെന്നാ തോന്നുന്നേ. ഗുണ്ടു മഹാസമുദ്രം. പക്ഷെ തമാശ വേറെ, ലിട്ടിച്ചോക്ക വേറെ. ലിട്ടിച്ചോക്ക ഞാൻ തന്നെ ഉണ്ടാക്കും. വേണ്ട, നീ ചെയ്യണ്ട. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയത് ഈ പഞ്ചായത്ത് മുഴുവൻ അറിഞ്ഞായിരുന്നു. ആ മണമടിച്ചിട്ടാണോ? ഇവൻ ഗ്യാസ് സിലിണ്ടർ അടയ്ക്കാതെ വിട്ടിരുന്നു, ആ മണം അടിച്ചിട്ട്. ഒരു തവണ ദോശ ഉണ്ടാക്കിയപ്പോൾ ഉപ്പിന് പകരം ക്യാരം പൗഡർ വാരിയിട്ടിരുന്നു. ദോശ വായിലിട്ടപ്പോൾ സ്ലിപ്പായി മൂക്കി കയറിപ്പോയി. എന്റെ അമ്മായി വളരെ ടേസ്റ്റി ആയിട്ടാണ് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. കഴിക്കുന്നവർ പ്ലേറ്റ് നക്കി തുടയ്ക്കുന്നതുകൊണ്ട് കഴുകേണ്ട ആവശ്യം പോലും വരാറില്ല. അവര് ലിട്ടിച്ചൊക്കെ ഉണ്ടാക്കുന്ന വിധം ഫോണിൽ പറഞ്ഞു തരും, നമുക്ക് അതുപോലെ ഉണ്ടാക്കാം. ഞാനാണ് യോഗ ഗുരു ജഡായി. നിങ്ങൾ ആഹാരം ഒന്ന് കുറയ്ക്ക്. നിങ്ങളുടെയൊക്കെ കൊടവയറൊന്ന് നോക്ക്. വയറ് കുറയ്ക്കാൻ വേണ്ടി ഞാനൊരു യോഗ പറഞ്ഞു തരാം. ഒരു കൈ മുന്നിലേക്ക് എടുക്കൂ, ഇനി മറ്റേ കൈ മുന്നിലേക്ക് എടുക്കൂ. രണ്ടും ചേർത്ത് വെക്കൂ. മതി. ഇനി ആരെങ്കിലും ഭക്ഷണവുമായിട്ട് വന്നാ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയണം, സോറി, ഞാൻ ഈ ഭക്ഷണം കഴിക്കില്ല. വയറ് തനിയേ കുറഞ്ഞോളും. ഇനി എല്ലാരും നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കോ. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യോഗ ക്ലാസ്സിൽ ഫോണുമായിട്ട് വരല്ലെന്ന്? എന്നെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവളാ ഞാൻ. മാഡം, അത് നിങ്ങളുടെ ഫോണാ? ഞാനൊന്ന് ചെക്ക് ചെയ്യുമായിരുന്നു നിങ്ങൾ കണ്ണടച്ചിട്ടുണ്ടോ ഇല്ലയോന്ന്. ഓക്കെ, ശരി ശരി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ യോഗ ചെയ്ത് തുടങ്ങിക്കോ. ഹലോ, ഞാനാണ് യോഗ മാസ്റ്റർ ജഡായി. ആരാ ഇത്? നമസ്കാരം അമ്മായി, ഞാൻ ഗോലിയാണ് സംസാരിക്കുന്നേ. മാഡം, ഇനി ഏത് യോഗ ചെയ്യണ്ടേ? ശരി, ഇനി 2 കൈകളും കൊണ്ട് കുനിഞ്ഞിങ്ങനെ കാലി പിടിക്കൂ. മുതിർന്നവരുടെ കാലിലെ തൊടേണ്ടത്, നമ്മുടെ കാലിൽ എന്തിനാ തൊടുന്നത്? അമ്മായിക്ക് ഇളയത് മുതിർന്നൊന്നുമില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, പെട്ടെന്ന് തന്നെ സ്വന്തം കാലിൽ പിടിക്കുക. എന്താ ഗോലി, ഞാൻ അവിടെ വരേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ പിന്നെ ഈ അമ്മായി എങ്ങനെ നിനക്ക് ഓർമ്മ വന്നു? ലിട്ടിച്ചോക്കയ്ക്ക് വേണ്ടി വിശപ്പുണ്ട്, മൂടുണ്ട്, അടുക്കളയുണ്ട്, പക്ഷെ റെസിപ്പി മാത്രമില്ല. അതുകൊണ്ട് അമ്മായിയോട് ചോദിക്കാന്ന് വിചാരിച്ചു. എത്ര തവണ നിനക്ക് പഠിപ്പിച്ചു തരണം? ഇനിയും പഠിപ്പിച്ചു തരണമെന്നൊക്കെ പറഞ്ഞാ നീ നല്ല അടി മേടിക്കും. നിനക്കെന്നെ അറിയത്തില്ല. ഓടുന്ന ട്രെയിനിന്റെ ബോഗി എണ്ണുന്നവളാ ഈ ഞാൻ. ശരി, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വയ്യെങ്കിൽ വേണ്ട. അങ്ങനൊന്നുമല്ല. നീ ഇത്രയൊക്കെ ചോദിക്കുമ്പോ പഠിപ്പിച്ചു തരാം. ഞാൻ ഓരോന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ചെയ്തോണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ലെട്ടിച്ചോക്ക ശരിയായി വരത്തില്ല. ശരി അമ്മായി, നിങ്ങൾ എങ്ങനെ പറയുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യാം. നിങ്ങളെന്താ എപ്പോഴും കുനിഞ്ഞു നിൽക്കുവാണോ? നേരെ നിക്ക്, നേരെ നിക്ക്. ഞാൻ എവിടാ പറഞ്ഞു നിർത്തിയേ? ആദ്യം ചീനച്ചട്ടി ഗ്യാസിൽ വെക്കൂ, എന്നിട്ട് ഉള്ളി എടുക്കൂ. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ പതുക്കെ ഉയർത്തി തലേ വെക്കൂ. ഇനി എന്താ ചെയ്യണ്ടേ അമ്മായി? ആ ഉള്ളിയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കൂ. നീ എന്തു കുന്തമാണോ ചെയ്യാൻ പോകുന്നേ? എടാ, അമ്മായി പറഞ്ഞാ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ചു വേണം. എന്റെ തല 2 കഷ്ണമാക്കരുത്. ഈ ഉള്ളി എന്തിനാ തലയെ വെച്ച് കട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉള്ളി കട്ട് ചെയ്തു, ഇനി എന്താ ചെയ്യണ്ടേ? സൂപ്പർ കുട്ടികളെ, ഇനി കൈ ഉയർത്തു. ഇതാ
എന്നാലും ലിട്ടിച്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പരസ്പരം കൈ ഉയർത്തേണ്ട കാര്യം എന്താണ്? അമ്മായിക്കല്ലേ റെസിപ്പി അറിയൂ, അപ്പൊ അവര് പറയുന്ന പോലെ ചെയ്യാം. ശരി, എല്ലാരും നേരെ നിൽക്കൂ. ഗോലി മോനെ, ഇനി പച്ചക്കറി എടുക്കൂ. മാഡം ഇനി എന്താ ചെയ്യണ്ടേ? പമ്പരം പോലെ കറങ്ങൂ. എനിക്ക് 3 കൈയുണ്ടായിരുന്നു, ഞാനിപ്പോ ഫാനായാനെ. ലട്ടാ മോനെ, നീ ആട്ട എടുക്ക്. എന്നിട്ട് അതില് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴയ്ക്ക്. ഗുണ്ടേ, നീ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്ക്. ലിട്ടിച്ചൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല കഞ്ഞിയും കുടിച്ചു കിടന്ന് ഉറങ്ങിയേനെ. ഈ സാധനം ഞാൻ ഒരിക്കലും ഉണ്ടാക്കത്തില്ലായിരുന്നു. ഇനി എല്ലാരും അവരവരുടെ സ്ഥാനത്ത് നിന്നേ. എന്നിട്ട് വീരഭദ്രാസനം ചെയ്യൂ. ഇത് എന്നെ കൊണ്ട് പറയാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഞാനിത് എങ്ങനാ ചെയ്യുന്നത് എന്റെ ചേട്ടാ? ആദ്യം 2 കൈകളും ചേർത്ത് വയ്ക്കൂ. എന്നിട്ട് ഒരു കാല് പുറകോട്ട് വെച്ച് കുനിഞ്ഞു നിൽക്കൂ. ഗോലി, നമ്മുടെ ഇസ്തിരി ടേബിൾ ഒടിഞ്ഞുപോയി. നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ നിന്റെ മുതുകത്തിട്ട് ഇസ്തിരി ചെയ്യട്ടെ. ശരിക്കും ഒരു ടേബിൾ പോലെ ഉണ്ട് നിന്റെ മുതുക്. അമ്മായി, ഇനി എന്താ ചെയ്യണ്ടേ? ഇനി കൈകളിൽ നെയ്യ് തേക്ക്. മാഡം ഇനി എന്താ ചെയ്യണ്ടേ? എല്ലാവരും തലകുത്തി നിൽക്കൂ. തലകുത്തി നിൽക്കാനോ? അമ്മായിക്ക് നമ്മൾ തലതിരിഞ്ഞവരാണെന്ന് നന്നായി മനസ്സിലായി കാണും. തലകുത്തി നിൽക്കാന്ന് പറഞ്ഞ അതെന്റെ ബക്കറ്റ് ചേട്ടന്റെയാണ്. വിരുന്നുകാർക്ക് സ്റ്റൂള് തികഞ്ഞില്ലെങ്കിൽ ബക്കറ്റ് ചേട്ടൻ തലകുത്തി നിന്ന് സ്റ്റൂളാകുമായിരുന്നു. അയ്യോ, എന്റെ അമ്മച്ചിയേ! അയ്യോ, എന്റെ നാട് പൊടിഞ്ഞേ. എന്നെ കൊണ്ട് ഇനി ഒരു പ്രയോജനം ഇല്ലേ. കുറച്ചു മുന്നേ നോക്കിയപ്പോ 6 മണിയായിരുന്നു. ഇപ്പൊ തലകുത്തി നിന്നപ്പോ 12 മണിയായി. എടാ കഴുത, അത് 6 മണി തന്നെയാ. നീ തലകുത്തി നിന്ന് നോക്കുന്നോണ്ട് തോന്നുന്നതാ. കുറച്ചു മുമ്പേ ഞാൻ തൈര് കുടിച്ചത്. ഈ തലകുത്തി എന്നുള്ള പരിപാടി കാരണം വെണ്ണയായി കാണും. ശരി ശരി, എല്ലാരും ഇനി നേരെ നിൽക്ക്. അമ്മായി ഇനി എന്താ ചെയ്യണ്ടേ? ഒരു പാത്രം നിറയെ ഉപ്പെടുക്ക്. മാഡം ഇനി എന്താ ചെയ്യണ്ടേ? ഇനി എല്ലാരും നല്ലപോലെ ദീർഘശ്വാസം എടുക്ക്. ഇനി മുളക് പൊടി എടുത്തേ. ഇനി എടുത്ത ശ്വാസം പെട്ടെന്ന് പുറത്തേക്ക് വിട്. ലേട്ടാ, വേണ്ട വേണ്ട വേണ്ട. എടാ, അമ്മായി പറയുന്ന കാര്യം അനുസരിക്കണ്ടേ? ഇത് ചെയ്താൽ ബോഡി റിലാക്സ് ആകും. ബോഡി റിലാക്സ് ആയാൽ മനസ്സിന് ശാന്തി കിട്ടും. മനസ്സിന് ശാന്തി കിട്ടിയാൽ മറ്റുള്ളവരോട് വിദ്വേഷം തോന്നില്ല. എടാ, എനിക്കിപ്പോ തോന്നുന്നത് എന്റെ ഈ എരിച്ചില് കാരണം ഈ തിരിക്ക് തീ പിടിക്കുമെന്നാ. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഒരു കാലുയർത്തൂ, എന്നിട്ട് തറയിലേക്ക് ഇരിക്കൂ. അങ്ങനെ ഇരുന്ന് എണീക്കൂ. എടാ മോനെ ലട്ടാ, ഇനി പച്ചമുളകിട്. അമ്മായി എത്രയാ ഇടേണ്ടത്? മാഡം ഇത് എത്ര തവണയാ ചെയ്യേണ്ടത്? 30. ഉറപ്പായിട്ടും ഇടട്ടെ. ഇട്ടോളൂ മോനെ, മുളകിന്റെ ആവശ്യം ഉണ്ടല്ലോ. വേണ്ട, ഇടല്ലേ ലാട്ടാ. ഒരടി തന്നാ തൊലി ഉരിഞ്ഞു പോകും. എങ്ങനെ പറയുന്നു അങ്ങനെ ചെയ്തോണം. ശരി, മുളക് ഇട്ടേക്ക്. അമ്മായി പറഞ്ഞാ ശരിയായിരിക്കുമല്ലോ. ഇതെന്താ ചെയ്യുന്നത്? ഏത് കടലിലാണ് ഏറ്റവും കൂടുതൽ വെള്ളമെന്ന് നോക്കുമായിരുന്നു. ഈ ലിട്ടിച്ചൊക്കെ കഴിച്ചിട്ട് എരിവ് കാരണം അവിടെ പോയി വെള്ളം കുടിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. നിങ്ങളെന്താ വെറുതെ
നിൽക്കുന്നേ? കാര്യം നടക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്യ. നിങ്ങൾക്കെന്നെ അറിയത്തില്ല. ചെരുപ്പ് നോക്കിയിട്ട് ആ ചെരുപ്പിന്റെ ഉടമയുടെ പ്രായം പറയും ഞാൻ. പൊങ്ങിച്ചാട്. ഇരിക്കൂ. തറയിൽ വീഴൂ. ചിരിക്കൂ. ഇനി കൈകളെ പുറകിൽ തൊടൂ. ഇനി കാലുകളെ പുറകിൽ കൂടി കൊണ്ടുവന്ന് വയറിൽ തൊടൂ. ഇനി മുഖം കൊണ്ട് മുട്ടിൽ തൊടൂ. എന്നിട്ട് രണ്ട് കാലുകളെയും നിങ്ങളുടെ കൈകൾ കൊണ്ട് കെട്ടൂ. ആ, ഇങ്ങനെയാണ് ലിട്ടി ചോക്ക ഉണ്ടാക്കുന്നത്. അയ്യോ, ഇത് ലിട്ടി ചോക്കയല്ല, നമ്മള് വിട്ടി ചോക്കയായി മാറിയിരിക്കുക. എടാ എന്നെ ഒന്ന് അഴിച്ചു വിട്ടേ, അഴിച്ചു വിട്ടേ, എന്നെ ഒന്ന് അഴിക്കടാ. എടാ, പണ്ട് ലിട്ടിച്ചൊക്കെ എന്ന് കേൾക്കുമ്പോ വായിലാ വെള്ളം വന്നോണ്ടിരുന്നത്. ഇപ്പൊ കണ്ണിലാടാ വെള്ളം വരുന്നത്. വാ, നമുക്ക് പോയി കുറച്ച് തണുത്ത വെള്ളം കുടിക്കാടാ. എടാ, നമ്മുടെ വീട്ടിൽ ഡോർബെൽ ഇല്ലല്ലോ, പിന്നെ എവിടുന്ന ഈ മണി അടിച്ചത്? അത് ഞാൻ എന്റെ വാ കൊണ്ട് അടിച്ചതാ. ടിങ് ടോങ്. ഞാൻ ഇവിടെ അടുത്തൊരു കട തുടങ്ങിയിട്ടുണ്ട്. ടിങ് ടോങ്. അപ്പൊ നിങ്ങളെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഞാനൊരു ലിട്ടി ചോക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ടിങ് ടോങ്. പക്ഷെ നിങ്ങൾ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. ടിങ് ടോങ്. ഇല്ല.